മൂന്ന് വഴിക്കെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ പൊന്നോ, ഈ ഒരു കുറച്ച് ദിവസങ്ങൾ പെട്ട പാടൊന്നും പറയരുത്. സംഭവം വേറൊന്നുമല്ല, മോളെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ ആകെ ചെറുതായിട്ടൊന്ന് വയ്യാതായിട്ടുണ്ടായിരുന്നു. ആദ്യം വോമിറ്റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ 3 വട്ടം തന്നെ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ 3 വട്ടം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. 3 4 പ്രാവശ്യം. ആ പ്രാവശ്യം എല്ലാം പോയപ്പോൾ മോൾക്ക് ഒട്ടും വയ്യാതെ, കാരണം നല്ല ഫുള്ളി ടയേർഡായിരുന്നു. ഞാൻ വിചാരിച്ചു ഓഹോ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ടൈമിലൊന്നും അഡ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ആദ്യം വോമിറ്റിംഗ് ആയിരുന്നു, പിന്നെ ചെറിയൊരു പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാമല്ലോ പിള്ളേർ, അവർക്ക് വയ്യാന്നുണ്ടെങ്കിൽ നിലത്ത് നിൽക്കത്തില്ല, അങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അവസാനം വൈകിട്ടായപ്പോൾ ചെറിയ പനി സ്റ്റാർട്ട് ചെയ്തപ്പം കാഷ്വാലിറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും 100% ഉറപ്പിച്ചതാണ് അഡ്മിറ്റ് ചെയ്യുമെന്ന്. അവസാനം അവർ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറമൊക്കെ തുടച്ചെടുക്കാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് മരുന്നൊക്കെ കൊടുക്കാൻ പറ്റ പാടൊന്നും പറയരുത്. ആളല്ലാതെയൊക്കെ ഓക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. വയ്യാത്തത് കൊണ്ട് തന്നെ ഭയങ്കര നിർബന്ധമായിരുന്നു. അന്നിനായിട്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സ്വാഭാവികമായിട്ട് എനിക്കൊന്നും ആക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു ഇവിടെ ഈ നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവസാനം കുറേ കഴിഞ്ഞപ്പോൾ ഞാനൊരു സൈഡായി. എനിക്ക് ഭയങ്കര വോമിറ്റിങ്. പിന്നെ ഞാൻ കട്ടൻ ചായയൊക്കെ പാതിരാത്രിയൊക്കെ ഇട്ട് കുടിച്ചിട്ടും ഒരു രക്ഷയും ഇല്ല. അവസാനം നേരെ വെളുത്ത ഉടനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. മോക്കും കുറവില്ലായിരുന്നു, അവൾക്ക് നല്ല ഹൈ ഫീവറായിരുന്നു. അവസാനം ഞാനൊരു സൈഡായി, മോളും ഒരു സൈഡായി. എനിക്ക് അവിടെ റിപ്പിട്ട് കിടത്തി, മോൾ അവിടെ അഡ്മിറ്റും ആക്കി. അപ്പോഴാണ് അവർ അഡ്മിറ്റ് ആക്കിയത്, അതിന് മുന്നേ അഡ്മിറ്റ് ആക്കിയിട്ടില്ലായിരുന്നു. എല്ലാം കൂടെ കൊണ്ട് പെട്ട അവസ്ഥയായിരുന്നു. ഇതെല്ലാം കൂടി പോരാഞ്ഞിട്ട് എൻ്റെ ഉമ്മ വർക്കല അഡ്മിറ്റായിരുന്നു. ഞങ്ങൾ മോളെ അഡ്മിറ്റ് ആക്കുന്നതിൻ്റെ 2 ദിവസം മുന്നേ കണ്ട ഉമ്മാക്ക് കഫക്കെട്ടായിട്ട് ഉമ്മ വർക്കല അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് പെട്ട അവസ്ഥയായിരുന്നു ഈ കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വ്ളോഗ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം.